CPM കണ്ണൂർ ജില്ലാ സമ്മേളനത്തിൽ PP ദിവ്യയെ അനുകൂലിച്ചും പ്രതികൂലിച്ചും ചർച്ച. ദിവ്യക്കെതിരായ നടപടി മാധ്യമങ്ങളെ തൃപ്തിപ്പെടുത്താനെന്ന രൂക്ഷ വിമർശനമുയർന്നു. ദിവ്യ ചെയ്തത് ശരിയായില്ലെന്നും ചർച്ചയിൽ ഒരു വിഭാഗം നേതാക്കൾ വിമർശിച്ചു. പ്രവർത്തന റിപ്പോർട്ടിൽ PP ദിവ്യയ്ക്ക് വിമർശനമുണ്ട്. ADMന്റെ യാത്രയപ്പ് യോഗത്തിൽ ദിവ്യ നടത്തിയ പ്രസംഗം തെറ്റെന്ന് MV ജയരാജൻ അവതരിപ്പിച്ച പ്രവർത്തന റിപ്പോർട്ടിൽ വിമർശനമുയർന്നു. P ജയരാജനും സമ്മേളനത്തിൽ വിമർശനമുണ്ട്. മനു തോമസിനെതിരെ നടത്തിയ പ്രതികരണം തെറ്റെന്ന് വിമർശനമുയർന്നു. അർജുൻ കല്യാട് ചേരുന്നു കൂടുതൽ വിവരങ്ങളുമായി. അർജുൻ കല്യാട്, സമ്മേളന നഗരിയിൽ നിന്നുള്ള കൂടുതൽ വിവരങ്ങൾ എന്തൊക്കെയാണ്? അരുൺകുമാർ, നേതൃത്വത്തിനെതിരെ അതിരൂക്ഷമായിട്ടുള്ള വിമർശനങ്ങളാണ് ഓരോ പ്രതിനിധി സഖാക്കളും ഉന്നയിക്കുന്നത്. അതിൽ ഏറ്റവും പ്രധാനമായിട്ടുള്ളത് ADM നവീൻ ബാബുവിൻ്റെ ആത്മഹത്യയുമായി ബന്ധപ്പെട്ടുകൊണ്ട് മുൻ കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റും ജില്ലാ കമ്മിറ്റി അംഗവുമായിരുന്ന PP ദിവ്യക്കെതിരായിട്ടുള്ള പാർട്ടി നടപടി. അത് മാധ്യമങ്ങളെ തൃപ്തിപ്പെടുത്താനുള്ള ഒരു നടപടി മാത്രമാണ്. മാധ്യമ അജണ്ടകൾക്കനുസരിച്ച് പാർട്ടി ജില്ലാ കമ്മിറ്റി നടപടി എടുത്തതിനെതിരെയാണ് രൂക്ഷമായിട്ടുള്ള വിമർശനം ഉയർന്നിട്ടുള്ളത്. ജില്ലാ കമ്മിറ്റിക്ക് നേരെയാണ് ഇത്തരമൊരു വിമർശനം നടത്തിയത്. തലശ്ശേരി ഏരിയ കമ്മിറ്റിയിൽ നിന്നും ചർച്ചയിൽ പങ്കെടുത്തിട്ടുള്ള പ്രതിനിധികളാണ് ഇത്തരത്തിലുള്ളൊരു ദിവ്യയെ അനുകൂലിച്ചുകൊണ്ടുള്ള ചില ചർച്ച നടത്തിയിട്ടുള്ളത്. അതുപോലെ തന്നെ ജില്ലയെ പ്രതികൂലിച്ചുകൊണ്ടും ചർച്ചകൾ നടന്നിട്ടുണ്ട്. ഏറ്റവും പ്രധാനമായി ദിവ്യ ചെയ്തത് ശരിയായില്ല എന്നുള്ളതാണ് പൊതുചർച്ചയുടെ ഭാഗമായി ഉയർന്നു വന്നിട്ടുള്ള കാര്യം. ഒരു ഘട്ടത്തിൽ ഇങ്ങനെയൊരു പ്രതികരണം നടത്തുന്ന, ഒരു യാത്രയപ്പ് യോഗത്തിൽ പോയി ഇങ്ങനെയൊരു പ്രതികരണം നടത്തുന്നത് ഒട്ടും ശരിയായിട്ടുള്ളൊരു നടപടിയായിരുന്നില്ല എന്നുള്ളതാണ് പ്രതിനിധികൾ ചർച്ചയുടെ ഭാഗമായി ഉന്നയിക്കുകയും ചെയ്തത്. അതിന് പുറമെ ജില്ലാ സെക്രട്ടറി അവതരിപ്പിച്ചിട്ടുള്ള പ്രവർത്തന റിപ്പോർട്ടിലും ആ കാര്യങ്ങളിലെല്ലാം തന്നെ പരാമർശമുണ്ട്. അതായത് ഇത്തരമൊരു ചർച്ച അല്ലെങ്കിൽ ഇത്തരമൊരു പ്രതികരണം PP ദിവ്യ നടത്തിയത് ശരിയായിട്ടില്ല, അത് ന്യായീകരിക്കാൻ വേണ്ടി കഴിയാത്ത ഒരു കാര്യമാണ് എന്നുള്ളതാണ് ജില്ലാ സെക്രട്ടറി അവതരിപ്പിച്ചിട്ടുള്ള റിപ്പോർട്ടിൽ തന്നെ സൂചിപ്പിക്കുന്നത്. ജില്ലാ കമ്മിറ്റി അംഗങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കാര്യങ്ങൾ പരാമർശിക്കുന്ന ഭാഗത്താണ് PP ദിവ്യക്കെതിരായിട്ടുള്ള ഇത്തരമൊരു ഭാഗം റിപ്പോർട്ടിൽ തന്നെ സൂചിപ്പിക്കുന്നത്. അതിന് പുറമെ ഉള്ള ചില കാര്യങ്ങൾ കൂടി ഈ പറയുന്ന സംഘടന പൊതുചർച്ചയുടെ ഭാഗമായി ഉയർന്നിട്ടുണ്ട്. ഏറ്റവും പ്രധാനമായി P ജയരാജനെതിരായിട്ടുള്ള വിമർശനമാണ്. P ജയരാജൻ മനു തോമസ് വിവാദം അല്പനാളുകൾക്ക് മുമ്പ് കത്തിപ്പടർന്നു നിന്ന ഒരു രാഷ്ട്രീയ വിവാദമാണ്. ആ വിവാദത്തിൽ ഇപ്പോൾ പൊതുചർച്ചയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന പ്രതിനിധികളാണ് ഇത്തരത്തിലുള്ള ഒരു വിമർശനം ഉന്നയിച്ചത്. P ജയരാജൻ ഒരു മുതിർന്ന നേതാവിന് ചേരാത്ത രീതിയിലുള്ള പ്രതികരണമാണ് ആ ഘട്ടത്തിൽ നടത്തിയത്. മനു തോമസ് സ്വർണ്ണക്കടത്ത് കൊട്ടേഷൻ സംഘങ്ങളുമായി പാർട്ടിയിലെ മുതിർന്ന നേതാവിനെ കൂട്ടിക്കെട്ടി സംസാരിക്കാൻ വേണ്ടി ശ്രമിച്ചപ്പോൾ അതിന് വളം നൽകുന്ന രീതിയിലുള്ള, അല്ലെങ്കിൽ അതിന് കൂടുതൽ ഊർജ്ജം പകരുന്ന രീതിയിലുള്ള പ്രതികരണമാണ് P ജയരാജൻ നടത്തിയത് എന്ന രീതിയിലുള്ള ചർച്ചകളായിരുന്നു P ജയരാജനെതിരെ പ്രതിനിധികൾ ഉയർത്തിയിട്ടുള്ളത്. അതിന് പുറമെ പയ്യന്നൂരിൽ കേന്ദ്രീകരിച്ചുകൊണ്ട് നേരത്തെ തന്നെ ഒരുപാട് വാർത്തയായിട്ടുള്ളതാണ്. പയ്യന്നൂരിലെ ലോക്കൽ സമ്മേളനങ്ങളിലും ഏരിയ സമ്മേളനത്തിൽ മത്സരം നടന്നില്ലെങ്കിൽ കൂടി അത്തരത്തിലുള്ള ഗ്രൂപ്പ് തിരിഞ്ഞുള്ള ചില പ്രവർത്തനങ്ങൾ നേതാക്കളുടെ ഇടയിൽ ഉണ്ടായിരുന്നു തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളെല്ലാം തന്നെ നേരത്തെ പുറത്തു വന്നിട്ടുള്ളതാണ്. അപ്പോൾ ആ കാര്യങ്ങളിലും രൂക്ഷമായിട്ടുള്ള വിമർശനങ്ങൾ നേതൃത്വത്തിനെതിരെ നടത്തുന്നുണ്ട്. വിഭാഗീയത പരിഹരിക്കുന്നതിന് വേണ്ടി ജില്ലാ നേതൃത്വത്തിന് കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് പയ്യന്നൂരിൽ നിന്നും അതുപോലെ തന്നെ മറ്റിടങ്ങളിൽ നിന്നും പങ്കെടുത്തുകൊണ്ടുള്ള പ്രതിനിധികൾ ചർച്ചയിൽ പങ്കെടുത്തത്. അതിൽ ഏറ്റവും കൂടുതൽ രൂക്ഷമായിട്ടുള്ള വിമർശനം നടത്തിയത് പിണറായിയിൽ നിന്ന് പങ്കെടുത്ത പ്രതിനിധികളാണ് വിമർശനം നടത്തിയത്. പയ്യന്നൂരിൽ ഏരിയ സമ്മേളനത്തിലടക്കം മത്സരത്തോട് അല്ലെങ്കിൽ സാദൃശ്യം തോന്നിക്കുന്ന ചില സംഭവങ്ങൾ നടന്നു. അത് പരിഹരിക്കാൻ വേണ്ടി നേതൃത്വത്തിന് കഴിഞ്ഞില്ല എന്നുള്ള വിമർശനമാണ് ഉയർത്തിയിരിക്കുന്നത്. അരുൺ, ഓക്കെ, താങ്ക് യു. അർജുൻ കല്യാടാണ് കണ്ണൂരിൽ നിന്നും വിവരങ്ങൾ നൽകിയത്. രൂക്ഷ വിമർശനമാണ്. പ്രത്യേകിച്ച് ഇന്ത്യയിലെ തന്നെ ഏറ്റവും കൂടുതൽ കേഡർ നെറ്റ്വർക്ക് ശക്തമായിട്ടുള്ളൊരു ജില്ലയാണ് കണ്ണൂർ. അവിടെ CPM ജില്ലാ സമ്മേളനത്തിൽ രൂക്ഷമായ വിമർശനങ്ങൾ ഉയരും. വിമർശനങ്ങൾക്ക് മറുപടി ഉണ്ടാവും. പ്രതികരണങ്ങളും സംവാദങ്ങളും ഒക്കെ നടക്കും. അതാണ് ആ പാർട്ടിയെ കരുത്തുള്ള പാർട്ടിയാക്കി മാറ്റുന്നത്.